നളറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കൽ മൗത്ത് ഇൻദ റഅസി റജുലിൻ മിനൽ അൻസാർ. അൻസാരി സഹാബാക്കളിൽപ്പെട്ട ഒരു സഹാബിയുടെ റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് അദ്ദേഹത്തിന്റെ തലയുടെ ഭാഗത്ത് വന്നു നിൽക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ കാണുകയാണ്. فقال رسول الله صلى الله عليه وسلم لملك الموت. മലക്കുൽ മൗത്തിനോട് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, യാ മലക്കൽ മൗത്ത്, ഓ മലക്കുൽ മൗത്ത്, ഉർഫുഖു ബിസാഹിബി, എന്റെ സുഹൃത്താണ് ഈ കിടക്കുന്നത്, ഈ മരണത്തോട് മല്ലടിച്ചു കിടക്കുന്നത് എന്റെ ഹബീബാണ്, എന്റെ സഹോദരനാണ്, എന്റെ അനുചരനാണ്. ഉർഫുഖു ബിസാഹിബി, എന്റെ കൂട്ടുകാരനോട് അല്പം നീതയ കാട്ടണമേ. ഫഇന്നഹു മുഅ്മിനുൻ, അവൻ മുഅ്മിനാണ്, അവൻ മുഅ്മിനാണ്, അവൻ വിശ്വാസിയാണ്, അവനെ വേദനിപ്പിക്കരുതേ മലക്കുൽ മൗത്ത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ മലക്കുൽ മൗത്തിനെ നോക്കിയിട്ട് പറയുകയാണ്, ആലോചിച്ചു നമുക്കൊക്കെ അങ്ങനെ കാണാൻ ഒരു ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബി, അൻസാരി സഹാബി റൂഹ് പിടിക്കാൻ നിൽക്കുമ്പോൾ മലക്കുൽ മൗത്തിനെ കാണുന്നു. മലക്കുൽ മൗത്ത് പറയും, ഉർഫുഖു ബിസാഹിബി ഫഇന്നഹു മുഅ്മിൻ, മുഅ്മിനാണ്, എന്റെ സുഹൃത്താണ്, എന്റെ സഹോദരനാണ്, അവനോട് നീ അല്പം കരുണ കാണിക്കണേ. ഹബീബായ തങ്ങൾ പറയുന്ന വാക്കാണ് എന്ന് പറയാൻ പിടുത്തം, വല്ലാത്ത പിടുത്തമാണ്. അതുകൊണ്ട് അത് നബിതങ്ങൾക്ക് അറിയാലോ. നബിതങ്ങളെ വിട്ടോ, നബിതങ്ങളെ അല്ല വിട്ടോ. സുഹൃത്തെ ആലോചിച്ചു, ലോകത്തിന്റെ നായകൻ, വിപ്ലവത്തിന്റെ പടപ്പാട്ട്, ലോകത്തിന്റെ ചക്രവാളം, ലോകത്തിന്റെ തിരുനാളം മുഹമ്മദ് മുസ്തഫ. മദീന കോ ജായേ യേ ജി ചാഹതാ ഹൈ, മുഖദ്ദർ ബനായി യേ ജി ചാഹതാ ഹൈ, മദീന കെ ആഖാ ദോ ആലം കെ മൗലാ तेरे पास आई ये जी चाहता है, मदीना के आका दो आलम के मौला तेरे पास आई ये जी चाहता है. മദീനയുടെ മുത്തുമോനെ കാണാൻ എന്റെ ഹൃദയം തുടിക്കുന്നു, മദീനയുടെ മണവാളനെ ഒന്ന് ചുംബിക്കാൻ എന്റെ ഹൃദയം തുടിക്കുന്നു, മദീനയുടെ ഉയരപ്പടിയിൽ പോയി നിന്ന് ഒരു സ്വലാത്ത് ചൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മുഹമ്മദ് കി ബാത്തി മുഹമ്മദ് കി സീറ സുനി ഔർ സുനായി യേ ജി ചാഹതാ ഹൈ. ആ പ്രവാചകനാണ് ലോകത്തിന്റെ മാതൃകാ പുരുഷൻ. ആ പ്രവാചകന്റെ വാക്കുകൾ സ്വീകരിക്കണമേ, ആ മാതൃകയെ അനുകരിക്കണമേ, ആ വാക്കുകളും പ്രവൃത്തികളും നിങ്ങളുടെ ജീവിതവുമായി ബന്ധിപ്പിക്കണമേ. അത് എന്റെ മനസ്സ് കൊതിക്കുന്നു, എന്റെ മനസ്സ് ആഗ്രഹിക്കുന്നു. ആ ഹബീബായ തങ്ങളുടെ പുണ്യമായ മഖ്ദസിലേക്ക് പോകാൻ. ആ ഹബീബായ തങ്ങളാണ് നമ്മെ ഈ ഒരുമിച്ച് കൂടാൻ അനുവദിച്ചത്. ഈ ലോകമുണ്ടാകാൻ കാരണക്കാരൻ, മഴ കിട്ടാനും കാരണക്കാരൻ, സസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും ദാതാവ് ആ ഹബീബല്ലയോ. ഈ ഒരുമിച്ച് കൂടാൻ സൗകര്യം ഒരുക്കി തന്ന, നമ്മെ മുസ്ലിമാക്കി മാറ്റിയ, നമുക്ക് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി തന്ന ആ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ തന്റെ ദാസന്മാർ, തന്റെ അനുയായികളോട് ഏറ്റവും മഹത്വവും കരുണയുമുള്ളവരത്രേ. നമ്മേക്കാൾ നാം നബിതങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴല്ലാതെ ഹബീബായ തങ്ങളോട് നമുക്ക് എന്ത് സ്നേഹമാ, എന്ത് മഹബത്താ, എന്ത് ആദരവാ ഉള്ളത്. പക്ഷേ ഓരോ സമയവും, ഓരോ നിമിഷവും, ഓരോ സെക്കൻഡിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്കും നിങ്ങൾക്കും ലോകത്ത് 150 കോടി മുസ്ലിമാനും വേണ്ടി ഹബീബായ തങ്ങൾ പൊട്ടിക്കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വേണ്ടി വെളിച്ചം കാട്ടിയ തിരുനാളമാണെങ്കിൽ ആ ഹബീബായ തങ്ങളെ പോലെ ഈ ലോകത്ത് നിന്ന് മലക്കുൽ മൗത്ത് പിടിക്കാൻ തുടങ്ങിയപ്പോ വല്ലാണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യുകയാ. നബിതങ്ങളെ വെറുതെ വിട്ടില്ല, നബിതങ്ങളെ വെറുതെ വിട്ടില്ല. നമ്മളെ ഈ കോലത്തിലെത്തിക്കാൻ കാരണക്കാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് വരുമ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഹബീബായ തങ്ങൾ ദുആ ചെയ്യുന്നു,
വബൈന യദൈഹി റക്വത്തുൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ സമയത്ത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല എന്ന് പറയുകയാ, വഅന മുസ്തനിദത്തുൻ, ഹബീബായ തങ്ങളെ ഞാൻ എന്റെ മാറിടത്തിലേക്ക് ചാരിയിട്ടിരിക്കുകയാ, എന്റെ മാറിടത്തിൽ ചാരിക്കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരമാസകലം വല്ലാണ്ട് തളർന്നുപോയി. വബൈന യദൈഹി റക്വത്തുൻ, ഹബീബായ തങ്ങളുടെ മുന്നിൽ ഒരു വെള്ളപാത്രമുണ്ട്. ഫജഅല യദഹു യുദ്ഖിലു ഫീ, ആ വെള്ളപാത്രത്തിൽ അല്ലാഹുവിന്റെ റസൂല് കൈകളിടുകയാ. വയംസഹു വജ്ഹഹു വബദനഹു, മരണവേദനയിൽ മരണവെപ്രാളത്തിൽ അല്ലാഹുവിന്റെ റസൂല് തന്റെ മുഖവും തന്റെ ശരീരമാസകങ്ങളും ബഹുമാനപ്പെട്ട ഹബീബായ തങ്ങൾ വെള്ളം കൊണ്ട് തടവുകയാ. വഹുവ യഖൂൽ, സഹിക്കവയ്യാതെ നബി തങ്ങളെ വിളിച്ചു പറയുന്നു, ഇലർ റഫീഖിൽ അഅ്ലാ ഐ ഇജ്അൽനി ഇലർ റഫീഖിൽ അഅ്ലാ. അല്ലാഹുവേ, ഏറ്റവും വലിയ കൂട്ടുകാരൻ, ഉത്തമ സുഹൃത്ത് നീയല്ലയോ, ഈയുള്ളവരെ കഷ്ടപ്പെടുത്താതെ നേരെ നിന്റെ ദർബാറിലേക്ക് എത്തിക്കണമേ. ഹബീബായ തങ്ങൾ വേദന കൊണ്ട് സഹിക്കവയ്യാതെ നബി തങ്ങൾ ദുആ ചെയ്യുകയാ. അല്ലാഹുമ്മ ഇന്നക തഖുദുർ റൂഹ മിൻ ബൈനിൽ അസബി വൽ ഖസബി വൽ അനാമി. അല്ലാഹുമ്മ ഫഅഇന്നി അലാ മുഹമ്മദിൻ സകറാത്തിൽ മൗത്ത്. അല്ലാഹുവേ, ഓരോ മനുഷ്യന്റെ മജ്ജയുടെ ഇടയിൽ നിന്നും അവന്റെ വിരലുകളുടെ അഗ്രത്തു നിന്നും അവന്റെ മാംസത്തിന്റെ ഇടയിൽ നിന്നും അവന്റെ ശരീരത്തെ ആകമാനം ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഞരമ്പുകളെ കീറിമുറിക്കുന്ന തരത്തിൽ അതിനിടയിൽ നിന്നുമാണ് നീ റൂഹ് പിടിക്കുന്നത്. വല്ലാണ്ട് വേദനിക്കുന്ന സ്ഥലമത്രേ ഇത് നാഥാ. അല്ലാഹുമ്മ ഫഅഇന്നി അലാ മുഹമ്മദിൻ സകറാത്തിൽ മൗത്ത്. പടച്ചവനെ, ഈ മുഹമ്മദിന്റെ മേൽ, നിന്റെ ദാസന്റെ മേൽ സകറാത്തിന്റെ ഹാല് നീ വേഗമാക്കണമേ. വേദന സഹിക്കാൻ കഴിയാതെ ലോകത്തിന്റെ നിറകുടം മുഹമ്മദ് മുസ്തഫ തങ്ങൾ പോലും ദുആ ചെയ്തുവെങ്കിൽ എന്റെയും നിങ്ങളുടെയും അവസ്ഥ ഒന്ന് ചിന്തിക്കുന്നില്ലയോ? മരണത്തെ മുൻനിർത്തി നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും മാറ്റിവെച്ചില്ല എങ്കിൽ ഹബീബായ തങ്ങളെ പോലും വിടാത്ത മലക്കുൽ മൗത്ത് നമ്മെ വിടുമെന്ന പ്രതീക്ഷയുണ്ടോ? ആ ഹബീബായ തങ്ങളാണ് അൻസാരി സഹാബിയുടെ റൂഹിനെ പിടിക്കാൻ വന്നപ്പോ മലക്കുൽ മൗത്തിനോട് പറഞ്ഞത്, മലക്കുൽ മൗത്തേ, എന്റെ സുഹൃത്താണ് അവൻ, അതുകൊണ്ട് ഇത്തിരി മയം കാണിക്കണമേ. നബിതങ്ങളുടെ അവസ്ഥ എങ്ങനെയാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി നബിതങ്ങൾ ദുആ ചെയ്യുകയാണ്. ഹബീബായ തങ്ങളുടെ ഒരു മഹബത്ത് നമുക്ക് തരട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും ആ തങ്ങളെ ഒന്ന് ഓർത്തോളി, ഒന്ന് സ്മരിച്ചോളി. തന്റെ അനുചരന്റെ ആത്മാവിനെ പിടിക്കാൻ വരുമ്പോൾ പറയുകയാണ്, ഒന്ന് അല്പം നീ അവരോടൊന്ന് ദയ കാണിക്കണമേ. ഉടനെ മലക്കുൽ മൗത്ത് പറഞ്ഞ വാക്കെന്തെന്നറിയോ? വല്ലാഹി യാ മുഹമ്മദ്. എന്റെ ഇപ്പൊ മലപ്പുറംകാർക്ക് നബിതങ്ങളെ ഒരു പരിചയമില്ലേ? സലാത്ത് നടത്തുന്ന ഇവിടെ തങ്ങളിരിപ്പുണ്ട്, ഇവിടെ മാസം തോറും സലാത്തുകളൊക്കെ നടക്കുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുക്കാത്തവരായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ സലാത്തിന് വലിയ താല്പര്യം കുറഞ്ഞു പോയത്. ഞങ്ങളുടെയൊക്കെ നാട്ടിലാണെങ്കിൽ പിന്നെ പറയാം ഇത്തിരി വിവരം കുറഞ്ഞവരാണെന്ന് പറയാം. നിങ്ങളൊക്കെ മലപ്പുറം ജില്ലയിലെന്നൊക്കെ പറയാം, വടക്കെന്നൊക്കെ പറയുമ്പോൾ നല്ല ദീനിയായിട്ടും നബിതങ്ങളോടൊക്കെ വലിയ ആത്മാർത്ഥ മഹബത്ത് സ്നേഹമൊക്കെ ഉള്ളവര് ഹബീബായ തങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ മൗനം തിരിച്ചുകാൻ എങ്ങനെ നിങ്ങളെ കൊണ്ട് കഴിയുന്നു സാധിക്കും. അതുകൊണ്ട് സലാത്തിലൊക്കെ എല്ലാവരും പങ്കെടുക്കും, സജീവത പുലർത്തി നബിതങ്ങളെ മഹബത്തിലേക്ക് സ്നേഹിക്കും. അതിലൂടെ അള്ളാഹു ഒരുപാട് ഗുണങ്ങൾ നമുക്ക് നൽകും. പടച്ചവനെ ഹബീബായ തങ്ങളുടെ സ്നേഹവും മഹബത്തും ഷഫാഅത്തും ഹവ്വൽ കൗസറും നമ്മെ കുടിപ്പിക്കുകയും നമ്മളെ അനുഗ്രഹിക്കുകയും നമുക്കത് നൽകുകയും ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് ഹബീബായ തങ്ങളെ നോക്കിയിട്ട് പറയുന്നു, വല്ലാഹി യാ മുഹമ്മദ്, ഹബീബേ അല്ലാഹു ആണ്